മുഖ്യമന്ത്രിയുടെ പഴയ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ CMRL ഇവർ രണ്ടുപേരും കൂടെ നടത്തിയിട്ടുള്ള കോഴ എന്ന് പറയാൻ പറ്റുമോ? അത് തന്നെ, കള്ളപ്പണോ എന്തായാലും അത് തന്നെ ഇടപാടുകൾ അന്വേഷിക്കാൻ വന്ന ED CPM ഗുണ്ടകൾ പഞ്ഞിക്കിടുകയും ഡ്രൈവറുടെ കണ്ണടിച്ച് പൊട്ടിക്കുകയും ചെയ്തിട്ട് 89 ദിവസമായി. ഇത്രയും സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം എന്തേ ഈ CPM പ്രവർത്തകരെ പ്രശ്നം ഉണ്ടാക്കിയവരെ പിടിച്ച് അകത്തിട്ടു എന്നതിലുപരി വീണയ്ക്കും വീണയുടെ പിതാവിനും മറ്റുള്ളവർക്കും CMRLനും ഒന്നും പറ്റിയില്ലല്ലോ, എന്തേ ED മടുത്തു പോയോ, പേടിച്ചു പോയോ എന്നൊക്കെ ചില ചോദ്യങ്ങൾ പല ഭാഗത്തുനിന്നും ഉയർന്നിരുന്നു. എന്നാൽ കോടതിയിൽ CMRLന്റെ ഒരു കേസ് വന്നിരുന്നു. ആ കേസിന് തീരുമാനമാകട്ടെ എന്ന് കരുതി ED ഒന്ന് ഒതുങ്ങിയതാണ്. EDക്ക് സ്വതന്ത്രമായി അന്വേഷണം നടത്താം, ആരെ വേണമെങ്കിലും അതിനുവേണ്ടി ചോദ്യം ചെയ്യാം, അതിന് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കാം എന്നൊക്കെ ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുകയാണ്. ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ തലയിൽ ഒരു വെള്ളിടി വിട്ടുകയാണ്. ED ഉടനെ തന്നെ നോട്ടീസ് കൊടുക്കും, ചോദ്യം ചെയ്യാൻ വിളിക്കും. അങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഒരു മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആ മൊബൈൽ ഫോണിൽ നിർണായകമായ വിവരങ്ങളുണ്ട്. അതൊക്കെ ലോക്ക് മണിച്ചിത്രത്താഴിട്ട് പൂട്ടി വെച്ചേക്കാണ്. ആ പൂട്ടൊക്കെ അവർ അഴിപ്പിക്കും, കാര്യങ്ങളൊക്കെ മനസ്സിലാവും, സംഗതി പണി പാലുമളത്തിൽ കിട്ടും എന്നതിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകാൻ 2 ആഴ്ച സമയം തരണം എന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് കോടതി അനുവദിച്ചില്ല. ഇതോടെ ED അവരുടെ അന്വേഷണത്തിന്റെ വേഗത സൂപ്പർ ഫാസ്റ്റ് ആക്കി ഇങ്ങോട്ട് വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ 27-നാണ് വീണ വിജയന്റെ വീട്ടിൽ ED സംഘം റെയ്ഡ് നടത്തിയത്. അന്ന് CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെ പഞ്ഞിക്കിട്ടു, അവരുടെ ഡ്രൈവറെ കണ്ണടിച്ച് പൊട്ടിച്ചു, വാഹനങ്ങൾ തല്ലിപ്പൊളിച്ചു. ഇതൊക്കെ നമ്മൾ ലൈവായിട്ട് കണ്ടതാണ്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും യൂട്യൂബിലും മീഡിയകളിലും ഒക്കെ അവൈലബിളുമാണ്. അത് കോടതിയുടെയും EDയുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും കയ്യിൽ അതുണ്ട്. 300-ഓളം പേരിൽ കേസുണ്ട്. 26 പേര് മാത്രമാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. എന്ന് ജാമ്യം കിട്ടും എന്നതിനെ കുറിച്ച് യാതൊരു ഒരു ഊഹവുമില്ല. സമാന കേസിൽ ഡൽഹിയിൽ പിടിച്ച് അകത്തിട്ടിട്ട് ഇതുവരെ 2 കൊല്ലമായിട്ടും ജാമ്യം കൊടുത്തിട്ടില്ല. ഇപ്പൊ അവർ ചിന്തിക്കുന്നത് നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഇറങ്ങിയത്? പാർട്ടിക്ക് വേണ്ടി എന്ന് പറഞ്ഞു. പാർട്ടിക്ക് വേണ്ടിയിട്ടല്ലല്ലോ, വെറുതെ ആവശ്യമില്ലാത്ത പണി ഇറന്നു വാങ്ങിയതാണല്ലോ, വീട്ടുകാരുടെ കാര്യം കട്ടപ്പുകയായല്ലോ എന്നൊക്കെയാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത്. പോലീസിന്റെ നിലപാട് കർക്കശമാണ്. പോലീസ് ഇപ്പോൾ പറയുന്നത് പ്രവർത്തകരെ നിങ്ങൾ വിട്ടുകിട്ടേണ്ട പ്രവർത്തകരെ വിട്ടുകിട്ടേണ്ടി വരും, പ്രതികളെ വിട്ടുകിട്ടേണ്ടി വരും. അന്ന് അതായിരുന്നു നിലപാട്. അന്ന് അവിടെ പാർട്ടി ഓഫീസിന്റെ മുന്നിൽ ആ പോലീസുകാർ നിന്നപ്പോൾ 4 പേരെ ഇറക്കി കൊടുത്തു. തൽക്കാലം ഒരു വിഷയം ഉണ്ടാകേണ്ട 4 എണ്ണത്തിനെ പൊക്കിക്കൊണ്ടുപോയി. പിന്നീട് അങ്ങോട്ട് ഓരോന്നായിട്ട് പിടിച്ചാണ് ഇപ്പൊ ഇങ്ങനെ വന്നേക്കുന്നത്. 200-300 എണ്ണത്തിന് പിടിക്കാനുണ്ട്. അതെല്ലാം പിടിച്ചു കഴിഞ്ഞേ പറ്റൂ. 2 IPS ഉദ്യോഗസ്ഥർ അതിന്റെ പിന്നാലെയാണ്. CPM നേതാക്കൾക്ക് പ്രതികളെ വിട്ടുകൊടുക്കുക അല്ലാതെ വേറെ ഒരു മാർഗമില്ല. ആർക്ക് വേണ്ടിയിട്ടാണ് അവർ സമരത്തിന് ഇറങ്ങിയതെന്ന് അപ്പോഴാണ് ചിന്തിക്കുക. ഇപ്പൊ എല്ലാവരും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കരിമണൽ ഖനനത്തിനായിട്ട് CMRL കമ്പനിക്ക് ചട്ടങ്ങൾ മറികടന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹായങ്ങൾ ചെയ്തു നൽകി. അതിന് പകരമായിട്ടാണ് സേവനങ്ങൾ ഒന്നും നൽകാതെ തന്നെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിലേക്ക് മാസപ്പടിയായി പണം എത്തിച്ചത് എന്നതാണ് കേസ് സംബന്ധിച്ചിട്ടുള്ള ആരോപണം. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED കേസ് അന്വേഷിക്കുമ്പോൾ ആ പണത്തിന്റെ ഉറവിടം, അതെന്തിനാണ് നൽകിയത് എന്നൊക്കെ വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം വീണയ്ക്കുണ്ട്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ ഈ അന്വേഷണത്തിന് നിയമസാധുത നൽകിയ സാഹചര്യത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വേട്ടയാടുന്നു, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ വേട്ടയാടുന്നു എന്ന രാഷ്ട്രീയ പ്രതിരോധം ഇനി CPMന് ഉയർത്തിപ്പിടിക്കാൻ പറ്റൂല. മാത്രമല്ല, ഇനി ഒരു അറസ്റ്റ് ഉണ്ടായാൽ, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ഒരുപക്ഷെ ഒരു അറസ്റ്റ് ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അവർക്ക് വേണ്ടി, വീണയ്ക്ക് വേണ്ടി ഇറങ്ങാൻ ഇനി പാർട്ടി സഖാക്കളെ കിട്ടുകയുമില്ല. പിണറായി വിജയനും CPMനും ഏറ്റവും അധികം ക്ഷീണം ഉണ്ടാകുന്നത് ED കൊച്ചി ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ട് ചോദ്യം ചെയ്യുന്നതും ഒരുപക്ഷെ അറസ്റ്റിനുള്ള സാധ്യതയും ഒക്കെയാണ്. പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായിരിക്കും ഇത്. കാരണം ആ PV താനല്ല, അല്ലെങ്കിൽ അത് താനല്ല എന്നൊക്കെ പറഞ്ഞു പണ്ട് മാത്യു കുഴൽനാടൻ വാദങ്ങൾ ഉന്നയിച്ച സമയത്ത് സംസാരിച്ചത് നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം, വൻപിച്ച പരാജയം, 10 വർഷത്തെ മുഖ്യമന്ത്രി പദത്തിന് ശേഷം ഒരു വലിയ ഒരു പരാജയം, അതും ജനങ്ങൾ ഏറ്റവും വെറുത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പരാജയം. മകൾക്കെതിരെയുള്ള അന്വേഷണവും 82 വയസ്സുകാരനായിട്ടുള്ള പിണറായി വിജയന്റെ രാഷ്ട്രീയ പടിയിറക്കം പൂർണ്ണമായും ഒരു വൻപിച്ച പരാജയത്തിലേക്കായിരിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി ഇതിൽ നിന്നൊക്കെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി അയ്യപ്പൻ തുണയ്ക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. Different angles. Don't forget to subscribe and support this channel.